അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളിൽ പല ആളുകളും ഹജ്ജിന് പുറപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഏഹ്, ഏകദേശം ഒരു 4 ലക്ഷത്തിലധികം ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്നവർക്കും 6 ലക്ഷത്തിലധികം പ്രൈവറ്റായിട്ട് പോകുന്നവർക്കും ഹജ്ജിന് ചിലവുണ്ട്. രണ്ടാളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷമാണ് അതിൻ്റെ ചിലവ്, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പോകണമെങ്കിൽ. ഒരു പക്ഷേ ഒരു സർവീസ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ സംഖ്യയുടെ റിട്ടയർമെൻറ്റിൽ കിട്ടിയിട്ടുള്ള PF മറ്റു കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കൊടുത്തിട്ടാണ് ആളുകൾ ഹജ്ജിന് പോകുന്നത്. സ്വാഭാവികമായി ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു സംഖ്യ ചെലവഴിച്ച് ഹജ്ജിന് പോകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇത് അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. സത്യത്തിൽ അതിൻ്റെ ഉത്തരം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പരലോക ജീവിതത്തിൽ ഇത്രമാത്രം നമുക്ക് ഗുണകരമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതെന്ന് വെച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഈമാനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുലും റസൂലുമുള്ള ഈമാൻ, വിശ്വാസത്തിൻ്റെ മഹത്വവും വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും നമുക്ക് എല്ലാവർക്കും അറിയും. സുമ്മൽ ജിഹാദു ഫി സബീലില്ലാ, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ ജിഹാദ്, ധർമ്മസമരം, യുദ്ധം, ജീവൻ കൊടുക്കുക, അതാണല്ലോ രണ്ടാമത്തത്. മൂന്നാമത്തത് പറഞ്ഞത് സുമ്മൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഹജ്ജാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞത്. അപ്പോൾ സത്യത്തിലൊരു ജിഹാദ് പോലെ അല്ലെങ്കിൽ വിശ്വാസം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഇത്രയും ശ്രേഷ്ഠമായ ഒരു കർമ്മം ജീവിതത്തിൽ ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹവും അതിൻ്റെ പ്രതിഫലവുമാകാം നമ്മുടേതൊന്ന്. രണ്ടാമത്തൊരു കാര്യം, ഒരു അമുസ്ലിമായ ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ 50-ാമത്തെ വയസ്സിൽ അയാൾ മുസ്ലിം ആയാൽ 50 കൊല്ലം അയാൾ ചെയ്ത എല്ലാ തിന്മകളും അയാളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ആ 50 വയസ്സ് മുതൽ ഉള്ള അയാളുടെ കർമ്മങ്ങൾ മാത്രമേ അയാൾ വിചാരണയ്ക്ക് വിധേയമാവുള്ളൂ. യഹ്ദിമുമാ ഖബലഹു, എല്ലാം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ അദ്ദേഹത്തിന് പരിഹരിക്കപ്പെട്ടു പോയി എന്നാണ്. എന്ന പോലെ തന്നെയാണ് ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജിന് മുമ്പ് അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം യഹ്ദിമുമാ ഖബലഹു എന്നാണ്, എല്ലാം പോയി. പിന്നെ അദ്ദേഹം പുതിയൊരു മനുഷ്യനായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും തിരിച്ചു വരാനുള്ള ഇത്രയും വലിയൊരു അവസരം, അതിന് നമ്മൾ എന്ത് ചിലവഴിച്ചാൽ എന്താണ്? സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഇത്രയും പ്രാധാന്യമുള്ളൊരു ഹജ്ജ് ഈ ഉദ്ദേശങ്ങൾക്കല്ലാതെ ആരെങ്കിലും നിർവഹിക്കുമോ എന്നാണ്. അത് പറയാൻ കാരണം, അത് നിർവഹിക്കാം. നാട്ടിൽ അങ്ങനെ എല്ലാവരും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകും. റിട്ടയർഡ് ആകുന്ന ആൾക്കാർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഹജ്ജിന് പോകും. അല്ലെങ്കിൽ മക്കൾ ഗൾഫിലുള്ള ആൾക്കാർ ഓരോ ഹജ്ജിന് വരെ കൊണ്ടുപോകും. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പോൾ ഞാനും ഹജ്ജ് ചെയ്തു എന്ന് പറയാൻ ഹജ്ജ് യാത്ര ചെയ്യുന്നവരില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം സംശയിക്കാൻ കാരണം, ഈ കഴിഞ്ഞൊരു ദിവസം സൗദി അറേബ്യയ്ക്കുള്ള യാത്രയിൽ ഫ്ലൈറ്റിൽ മിക്കവാറും ഉംറക്കാരാണുള്ളത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരിട്ട് സൗദി അറേബ്യയിലേക്കുള്ള ഫ്ലൈറ്റാണ്. ധാരാളം ആളുകൾ ഇഹ്റാമിൻ്റെ വേഷത്തിലുണ്ട്, ധാരാളം ഗ്രൂപ്പുകളുണ്ട്, വ്യത്യസ്ത യൂണിഫോമുകളിലുള്ള മഫ്തകൾ ധരിച്ച ധാരാളം സ്ത്രീകളുണ്ട്. എന്നാൽ ആ ഫ്ലൈറ്റ് മീക്കാത്തിലെത്തുന്ന സമയത്ത്, മീക്കാത്തിൽ നിന്ന് ഈ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്ന കാര്യം വളരെ ചെറിയൊരു ശതമാനം ആളുകളെ അവർ നിർവഹിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇഹ്റാമല്ലേ ഏറ്റവും പ്രധാനം? ഇഹ്റാം ഒരു റുക്കനല്ലേ? ഉംറ ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മീക്കാത്ത് മുതലാണ് ആരംഭിക്കുന്നത്, അവിടെ നിന്നാണ് നമ്മൾ തെൽബിയത്ത് ചെല്ലേണ്ടത്. അപ്പോൾ ആളുകൾക്ക് എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്, എപ്പോഴാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചത് എന്നൊന്നും അറിയാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ്? ഇത് ശരിയാവണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ല. അല്ലെങ്കിൽ ആരോ പറഞ്ഞു കൊടുക്കണം, നമ്മൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണിത്. നമ്മളത് വളരെ ശരിയായ രൂപത്തിൽ നിർവഹിച്ച് അതിൻ്റെ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായും ഹജ്ജിനെക്കുറിച്ച് പഠിക്കണം. ഹജ്ജിനെക്കുറിച്ച് ശരിയായ രൂപത്തിൽ പഠിച്ചിട്ട് വേണം പോവാൻ.
അപ്പോൾ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ കിട്ടും, യൂട്യൂബിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരടുത്ത് പോയിട്ട് അവരടുത്ത് സമയം വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെ ഹറമിൽ ചെന്നാലും നമുക്ക് ധാരാളം അവസരങ്ങൾ കിട്ടും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ. അവിടുത്തെ ജാലിയാത്തിൽ നിന്ന് ദായിമാർ ക്ലാസ് എടുക്കും, നമ്മളെ ഫ്ലാറ്റുകൾ വന്ന് ക്ലാസ് എടുക്കും. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ശരിയായ രൂപത്തിൽ ഹജ്ജ് മനസ്സിലാക്കിയത് നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹു സഹായിക്കട്ടെ.